അസ്സലാമലൈക്കും, സവയിലേക്കാണ്. ഇന്ന് പുതിയൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ ഒരു കൂട്ടുകാരൻ പോയി. അപ്പോൾ ഇന്നൊരു കൂട്ടുകാരൻ വരുന്നു, പപ്പടമായിട്ട് വരുന്നു. അങ്ങനെ ഇന്ന് അവനെ എടുക്കാനായിട്ട് പോയത് നെടുമ്പാശ്ശേരിയാണ് പോകണം. അപ്പോൾ ട്രിവാൻഡ്രത്തെല്ലാം വരുന്ന അങ്ങനെ അങ്ങോട്ട് പോയാണ്. എൻ്റെ ചെറുക്കൻ അഫ്നാൻ ജി വരുന്നു. കേട്ടാ അളിയാപ്പ പോയിട്ട് എത്ര 6 മാസം എടുപ്പിച്ചാലോ. അതിനൊരു മെഡിക്കൽ ലീവായിട്ട് പെട്ടെന്ന് വരെ അർജന്റായിട്ട് അവൻ വരുന്നു. അങ്ങനെ ഇന്ന് അവനെ എടുക്കാൻ എന്തെങ്കിലും സർപ്രൈസ് സാധനം കൊണ്ടാണ് പറഞ്ഞത്. എന്തൊരു സാധനം? 6 മാസം കൊണ്ടോ കഷ്ടപ്പെട്ട് ഒരു സാധനം കൊണ്ടാണ് വരുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. പെണ്ണെല്ലാം കിട്ടിയല്ല, ഒന്നും കിട്ടിയില്ല. എന്തായാലും സർപ്രൈസ് നമുക്ക് എന്തായാലും അവിടെ വെച്ച് കാണാം എന്തേലാണെന്നുള്ളത്. നമ്മളെ കൊട്ടാരക്കര എത്തി. ജമീലുണ്ട്, ഞാൻ ഉണ്ട്, ഇസാനുണ്ട്. ഇസാൻ കഴിഞ്ഞ വ്ളോഗിൽ പരിചയപ്പെടുത്തില്ലല്ലോ. ഇതാണ് ഇസാൻ. ഇന്നൊരു പണി പറ്റി, വേറെ ഒന്നുമല്ല, താടിച്ച് പോലെ ട്രിം ചെയ്തതാണ്. എങ്ങനെയുണ്ട്? ക്യൂട്ടായിട്ടില്ലേ? പോടാ, ഇച്ചിരി പണിയായിപ്പോ. അതാണ് വ്ളോഗ് ചെയ്യാനായിട്ടൊരു ഇത് എന്താണെന്ന മടി പോലെ. കുഴപ്പമില്ല, വളരും. അതുകൊണ്ടൊരു സീനില്ല. താടിയൊക്കെ ഇപ്പോൾ ട്രിം ചെയ്ത് കളഞ്ഞു. പാരമ്പര്യമായിട്ട് കാരണന്മാർക്കില്ല കട്ട താടിയായിട്ട് ജമീലിന് കൊണ്ട് ഉണ്ണിമുഖത്തെ മാർക്കോ സിനിമയിൽ വെക്കുന്ന സാധനം ലാക്കോസ്റ്റ് ഒറിജിനൽ സാധനം 7000 രൂപ. ഏത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ തന്നെ വെക്കും. നീ കൊടുക്കണ്ട. ഗൈസ്, അപ്പം നമ്മള് മൂന്നുപേരും കൂടെ ഇപ്പൊ ഇവിടെ കൊട്ടാരക്കര മഴയൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് വലിയ മഴയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങോട്ട് ചെല്ലപ്പോ എന്താണെന്ന് വെച്ചാൽ അറിയാൻ വയ്യ. അപ്പൊ അവ 8 മണിക്ക് ഇറങ്ങും. 8:30 ഇപ്പൊ ഫ്ലൈറ്റ് കയറിയെന്ന് പറഞ്ഞപ്പോ കോണ്ടാക്ട് ചെയ്തായിരുന്നു. 8:30 ആകുമ്പോ അവിടെ എത്തും, എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞ്. സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നത്. എയർപോർട്ടിൽ എത്തിയപ്പോഴേ അറിയത്തുള്ളൂ. കൂട്ടാൻ എന്തിനും കൊണ്ടുവരുന്ന കുട്ടിക്കൂറ പൗഡറൊക്കെ കൊണ്ട് പഴയ ഗൾഫുകാരൊക്കെ വരപ്പുണ്ടല്ലേ മണക്കുന്നത്. ഹാൻഡ് ബാഗിൽ എന്തെങ്കിലും കൊണ്ടുവരുന്നത്? അതൊക്കെ കൊണ്ടുവരും. അപ്പൊ നമ്മള് ഓൺ ദ വേ. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചായ കുടിക്കാനായിട്ടൊക്കെ ഇറങ്ങപ്പോ നമുക്ക് വരാം കേട്ടാ. ഡ്രൈവിങ്ങിലല്ലേ, അപ്പൊ നമുക്ക് സേഫായിട്ട്, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, ബൈക്കിൽ പോകുന്ന ആൾക്കാരെല്ലാം സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. ഹെൽമറ്റുകൾ വെക്കുക. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റുകൾ ഇടുക. പിന്നെന്തേരാണ് പിന്നെ പറയാനുള്ള ഒന്നും പറയാനില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മള് ചായ കുടിക്കാനായിട്ട് എവിടെയെങ്കിലും നിർത്തുമ്പോൾ നമുക്ക് ഇറങ്ങി വ്ളോഗ് കഴിയാം കേട്ടോ. നമ്മളിപ്പോ ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി പമ്പ് ഇറങ്ങിയിട്ടുണ്ട്. സാധനമുണ്ട്. പമ്പിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്തുകൂടാ എന്നാണല്ലോ. അപ്പം നമുക്ക് ചായ കുടിക്കാനായിട്ട് ഇനി എവിടെയെങ്കിലും നിർത്തണം. അതെങ്കിലും കടയിൽ വന്നപ്പം ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എവിടെയും ചവിട്ടിയില്ല. അതിനടുത്ത് എവിടെയെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കട ഉണ്ടെങ്കിൽ ഇറങ്ങി ചായ കുടിക്കാനുള്ള മൈൻഡായി. ഉറക്കം വരുന്നു. ചായ കുടിക്കാം. അപ്പം ചായ കുടിക്കുന്നതാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. എവിടെയാ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി മുതുമല എന്നാണ് ഗൈസ്. നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പം ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ടയേർഡായല്ലേ? ടയേർഡായില്ല. അല്ല, ഞാൻ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നാലും എനിക്ക് ഉറക്കം വരുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. ഉച്ചക്കത്തെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് 3 മണിക്കാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. 3-3:15 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അതാണ് വിഷയമായി പോയത്. അതിൻ്റെ ഒരു ഉറക്കമുണ്ട്. ചായ വന്നോ? നീ കിളിയും പറഞ്ഞേക്കണം എന്തിന്? ഓ അങ്ങനെ. അതാണ് പിന്നെ അതാരൊക്കെ
അടിപ്പില്ലെന്ന് തോന്നുന്നു. പോടെ ഇറങ്ങി നമ്മള് പറഞ്ഞല്ലോ, നമ്മള് ബൂസ്റ്റല്ലേ പറഞ്ഞു. നമ്മള് ബൂസ്റ്റ് ഇപ്പൊ ബൂസ്റ്റ് പറഞ്ഞാല് വല്ല തേയില അങ്ങനെയൊന്നുമില്ല. മുളക് ബജ്ജി ഉണ്ട്. ഇവിടെ ഇവിടുത്തെ കടികൾ കാണിച്ചു തരാം. മുളക് ബജ്ജി, പിന്നെ രതീഷൊക്കെ ഉണ്ട്. രതീഷ് പിന്നെ എന്താ വട ഉണ്ട്, ഗുണ്ടുണ്ട്. നിസാന നിന്റെ ഫേവറേറ്റ് ഗുണ്ട്. നീ ഗുണ്ട് വേണ്ട? ഇത് ഇന്നലെ മെനങ്ങാന്നൊരു കടയിൽ പോയണ്ടല്ലോ, മാമിയുടെ ഗുണ്ട് വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ ഗുണ്ടൊക്കെ ഞാൻ എടുത്ത് കൊടുത്തേട്ടാ. ഞാൻ എപ്പോഴും ഗുണ്ടിന്റെ അടുത്താണ് ഒരു പ്രേമി. അളിയോ നീ ഗുണ്ടെടുത്തില്ലേ? എന്നത് രതീഷാ? ഞാൻ വീഡിയോയിൽ പറഞ്ഞോണ്ടാണോ എന്തോ രതീഷാണെന്ന് എടുത്താ. എനിക്കറിയാൻ വയ്യ. അണേ കടയ്ക്ക് പേരൊന്നുമില്ല കേട്ടാ. ഇത് നമ്മളെ അണാ കടയിലെ പേരെന്തരണ്ണ? അണ്ണാ കടയ്ക്ക് പേരില്ലേ? അയ്യോ ഇതിൻ്റെ അത് ടീം ബോർഡുള്ള പേരില്ല. പേരിട്ടില്ല. പേരിടാത്തൊരു കടയാണ് കഴിച്ചത്. ഇത് നമ്മളെ ചായ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പേരിടാത്തൊരു കടയാണ് മധുമൂല. ഇത് നമ്മളെ മധുമൂല ചങ്ങനാശ്ശേരി റോഡില് ഡയാനല്ലേ ധന്യ. ധന്യയുടെ ഫ്രണ്ടിലാണ്ട് ഞാൻ കേസ്. ഓക്കെ ഡാ മമ്മു വിളിക്കുന്നല്ലേ കേസ്. ഇപ്പൊ ചായ വരും. ചായ കൊള്ളാം കേട്ടാ. അവിടെ ആ കടിയല്ല. അവന് കടി വേണമെന്ന് പറയുമ്പോൾ ഞാൻ കടി കൊടുക്കാന്ന് വിചാരിച്ചു. സത്യം ചായ കൊള്ളാം കേട്ടാ. ഞാൻ പേര് പറയുന്നത് പക്ഷേ ഈ കടയ്ക്ക് പേരില്ല കേട്ടോ. പക്ഷെ നല്ല ചായ കേട്ടോ. ഇവിടെ ബൂസ്റ്റ് ചായ കൊള്ളാം. ഇനി നമുക്ക് എയർപോർട്ട് എത്തിയിട്ട് കാണാം കേട്ടാ. അപ്പോൾ മഴയൊക്കെ വരുന്ന ഫോണിൽ ചാർജും ഇല്ല. ഇതങ്ങനെ ഒരു കടിയും കൂടെ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ കോട്ടയത്ത് ഇതപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ വണ്ടി കയറി. ഇവിടെ ചെറിയ മഴ തുടങ്ങി കേട്ടോ അവിടെ. അപ്പം മഴയാണ്. നിസാനിപ്പോ എവിടെ എത്തിയടാ? കറക്റ്റ് തുരുത്തി എത്തി. ഇവിടെ ട്രാഫിക് ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇവിടെ വലിയ ട്രാഫിക് ഇല്ല. ഇന്ന് ട്രാഫിക് ഇല്ലാത്ത അറിയാൻ വയ്യ. ഇനി കോട്ടയത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടോ? ഇവിടെ എയർപോർട്ടിലത്തേക്ക് ഇനി 100 കിലോമീറ്റർ ഉണ്ട്. കഴിച്ച് ഇവിടെ നല്ല മഴയുണ്ട്. അപ്പൊ മഴ നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നല്ല മഴ. ഇപ്പൊ എയർപോർട്ട് എത്തിയിട്ട് കാണാം കഴിച്ചു. ഓക്കെ അപ്പൊ ഗായ്സ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അവനെ വിളിച്ച് ഇതാവനെ വിളിച്ചാ ഇറങ്ങി വരും കഴിച്ച്. നമ്മുടെ നല്ല മഴ കേട്ടാ. അതാണ് വെളിയിറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കാണിക്കുക. അകത്ത് പോകാൻ അപ്പുറം വഴി പോടാ. തിരിക്കാൻ പറ്റില്ല. തിരിയുന്നു. ഇവിടെ നല്ല മഴയാണ് കേട്ടോ എയർപോർട്ടില്. എന്തിന് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസാ നമ്മള് ടെർമിനൽ അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. എവിടെ പോട്ടെ, അകത്തോട്ട് പോട്ടെ. ഇവിടെ എവിടെ കാണും. അവൻ എത്തിയിരിക്കുകയാണ്. എത്തി. അല്ലാ അളിയാ എന്റെ ഒരു താമസിച്ചു പോയി. അതാണ് ഗൈസ്, അങ്ങനെ അവൻ എത്തിയിരിക്കുകയാണ്. എടാ വ്ലോഗാണ്. ഓക്കെ എടാ നമ്മളുണ്ടല്ലോ അളിയാ.
ഗൈസ് അത് പിന്നെ പറയാനാ, ഒരു ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടുണ്ടല്ലോ, കാട് മൊത്തം ഈ കാട്ട് വഴി കൂടെ നമ്മൾ വന്നത്. ഓ ലഗേജ് വെച്ചില്ല, അതിന്റെ ബേക്കിൽ ഡിക്കയുടെ ബേക്കിലും കിട്ടാതെ കളിയാ. അളി ഇത് ഒരു പെട്ടിയും കൂടെ ഉണ്ടളിയാ. എടന്ന് നീ അളി നമ്മള് ഒരു കാട് വഴി അളിയാ, ഗൂഗിൾ വഴി വന്ന് ഒരു കാട് വഴി. ഞാനുള്ളൂ വ്ലോഗ് എടുത്തിട്ടുണ്ട്. എനിക്കൊന്നും പറയല്ല, നല്ല ക്ഷീണമാണ്. പോയി കിടന്ന് ഉറങ്ങണം അത്രയാണ്. കഴിക്കാളിയാ, അത് കഴിക്കാം. നീ ഒന്ന് വണ്ടി കയറാതെ ഇതിന് നമ്മ കഴിക്കുക. നമ്മളവിടെ വന്നേട്ടാ ജംഗ്ഷൻ കഴിയാണ് ഇറങ്ങിയ. അങ്ങനെ വന്ന് നമ്മള് ഗൂഗിൾ മാപ്പ് കയറിയപ്പോൾ നമ്മള് കുറെ കാട് വഴി കാണിച്ചറിയാം. അങ്ങനെ അതുവഴി വന്നപ്പോഴാണ് നമ്മൾ ഇത്രയും ലേറ്റായി. പിന്നെ മഴയും കൂടെ പെയ്തപ്പോൾ ആകെ മൊത്തം സീനായി. ഗൂഗിൾ മാപ്പിൽ നമ്പാൻ നിൽക്കല്ലേ ചേട്ടാ. ഫോൺ എടുത്ത് ചേട്ടാ. ഓ ഇത് ഞാൻ സർപ്രൈസ് ആയി. ഫോൺ എടുത്ത് അവർ രക്ഷപ്പെട്ടൊരു എനിക്ക് സന്തോഷം. ഒരുത്ത ഇന്നലെ പോയി സ്റ്റോറി ഇടാനെങ്കിലും ഒരു ഫോട്ടോ ഇടാ. ഇനി അളിയന്റെ 16 പ്രോയിലാണ് ഇനി ഫോട്ടോ എടുക്കുന്നത്. അതിന്റെ തിരങ്ങുന്ന ഗൈസ്. അങ്ങനെ ചെറുക്കൻ നാട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് നാട്ടിലുള്ള കാര്യങ്ങളാണ്. ണ്ട് ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് അടിക്കാനായിട്ട് ഇവിടെ ഇറങ്ങി KFC വന്നു. ഇവിടെ ആലുവ KFC വന്നിട്ടുണ്ട്. ഗൾഫേർ എവിടെ? ഗൾഫേർ എന്തിന് പറച്ചിട്ടാളിയാ? വ്ളോഗാണേത്. ഏതാണ്? ഓ എടാ, ഇവിടെ എല്ലാരും പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇസാനെ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല കൈ കേട്ടാ. നിങ്ങളത് മനസ്സിലാക്കണം. പിന്നെ ആദ്യം ഇസ എടുത്ത് എന്താ, അത് പൊട്ടിപ്പോയി. അത് സമയേറിയിരുന്നു. അല്ലാണായിരുന്നേ. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടാ. ഭയങ്കര തിരക്കാണ്. ഓർഡർ ചെയ്യണമല്ലോ. ജമീലുണ്ട്. ജമീല് അത് കഥയാണ്. വ്ലോഗാണ്ട്രാ. സ്നാപ്പാണ്. സ്നാപ്പിനുള്ളതുണ്ടാ? ഏയ് ചെറുക്കൻ വന്നേനെ ഗൈസ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. എന്നെ കണ്ടു. അപ്പൊ നമ്മളൊന്ന് ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് ചെറുക്കനത് ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പയ്യൻ സേഫാണ്. അപ്പം നമുക്ക് നാളെ കാണാം, അടുത്തുള്ള കാണാം. ഓക്കെ, ബൈ.